ഹലോ, ഇന്നൊരു കഥയാണ് വായിക്കുന്നത്. പുതിയ തീരങ്ങൾ എന്നാണ് പേര്. അപ്പോൾ ഞാൻ കഥ വായിക്കാം. കടൽക്കരയിലെ മണലിൽ ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന ശരത്തിനെ നോക്കിയിരിക്കുമ്പോൾ അനുവിന് അവനോട് അടങ്ങാത്ത വാത്സല്യം തോന്നി. അവനെ ഒക്കത്തെടുത്തോട് നടന്ന് മാമു വാരി കൊടുക്കണമെന്നും വയറു നിറയെ അമ്മിഞ്ഞപ്പാൽ കൊടുത്ത് തോളിൽ കിടത്തി പുറത്തു തട്ടിക്കൊടുക്കണമെന്നും പിച്ചാന്ന് നടത്തിക്കണമെന്നും ഉള്ളാർത്തു. ഒരു രാത്രി മുഴുവൻ തനിക്ക് കൂട്ടിരുന്ന അവസാന നക്ഷത്രവും ചന്ദ്രനും ആകാശത്തിൽ നിന്ന് മായുന്നത് അവൾ കണ്ടു. ഉറക്കം വന്ന് കണ്ണുനീറിയിരിക്കുമ്പോഴും അനുവിനപ്പ തവിഴ്പാട്ട് ഓർമ്മ വന്നു. ഉലരും കാലെ പൊഴുതൈ മുഴുമതിയും പിരിന്തു പോവതില്ലേ. അങ്ങകലെ മീൻപിടുത്ത ബോട്ടുകളിലെ വെളിച്ചങ്ങൾ കിട്ടുതുടങ്ങി. പുലർച്ചെയുള്ള കടൽക്കാറ്റടിച്ചപ്പോൾ അനുവിന് ദേഹമാകെ കുളിർന്നു. അവൾ സാരി തലപ്പെടുത്ത് പൊതിച്ചു. എന്തുകൊണ്ടോ അവൾക്കപ്പോൾ മുമ്പ് കൊടൈക്കനാലിൽ ശരത്തിനൊപ്പം പോയത് ഓർമ്മ വന്നു. കോടയം മഞ്ഞിൽ കോക്കേസ് പാക്കിലൂടെ തണുത്തു വിറച്ച് പല്ലിടിച്ച് നടന്നപ്പോൾ ശരത്ത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നത് ഇപ്പോഴും അവളിൽ പുഞ്ചിരി ഉണർത്തി. മാറ്റി നോക്കി. സമയം 5:45. വെളിച്ചം പടർന്നു തുടങ്ങുന്നു. പുലർനടത്തക്കാരെല്ലാം എത്തിത്തുടങ്ങി. ശരത്ത് ഇപ്പോഴും കൈപ്പത്തി കൊണ്ട് കണ്ണുമറച്ച് ഉറക്കം തന്നെയാണ്. ഇന്നലെ പാതിരാത്രി എപ്പോഴോ ആണ് കിരൺ വിളിച്ച് ശരത്ത് ഇറങ്ങിപ്പോയ കാര്യം പറഞ്ഞത്. അയാൾ ഇന്നലെ നഗരത്തിലെത്തുമെന്ന് അനുവിന് അറിയാമായിരുന്നു. ഇന്ന് കോടതിയിൽ പോകാനുള്ളതാണ്. ഡിവോഴ്സ് കിട്ടും. ജോയിന്റ് പെറ്റീഷൻ ആയതുകൊണ്ട് ചോദ്യവും പറച്ചിലും വിസ്താരവും ഒന്നും ഉണ്ടാവില്ലെന്ന് വക്കീൽ പറഞ്ഞിട്ടുണ്ട്. 10 വർഷം ജീവിതത്തിന്റെ ഒരു കാലം ഓർമ്മയാവുകയാണ്. നല്ലതും ചീത്തയുമായ എത്ര നിമിഷങ്ങൾ. ഈ സ്നേഹം, ഈ കരുതൽ വറ്റിപ്പോവില്ലെന്ന് അഹങ്കരിച്ചിരുന്ന എത്രയെത്ര ദിവസങ്ങൾ. പിന്നിൽ വലിയ ഒച്ചയിൽ ഒരു വാതിലടയുന്നു. പാത്രങ്ങൾ കുറയുന്നു. ആക്രോശങ്ങൾ, കരച്ചിലുകൾ. ശരത്ത് ഞെട്ടിയുണർന്നു. ഇത് എവിടെയാണ് കിടക്കുന്നത് എന്നറിയാതെ കുറച്ച് നിമിഷങ്ങൾ അമ്പരന്നു. മണൽപ്പരപ്പിൽ കൈകുത്തി എഴുന്നേറ്റിരുന്ന നിർനിമേഷനായി അനുവിനെ നോക്കി. ഗുഡ് മോർണിംഗ്, അനു പുഞ്ചിരിയോട് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ശരത്ത് വാ തുറന്നപ്പോൾ മദ്യത്തിന്റെ ഗന്ധം. താനെങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന്? ശരത്ത് കടലിലേക്ക് നോക്കി. സൂര്യൻ ഉദിച്ചു തുടങ്ങുന്നു. ഒരു പുതിയ ദിവസത്തിന്റെ ബഹളം തുടങ്ങുന്നു. ഇവിടെയല്ലാതെ നീ എവിടെ പോകാനാണ്? എന്നാലും നഗരം മുഴുവൻ നിന്നെ തേടി അലഞ്ഞു ഇന്നലെ രാത്രി. കിരൺ വിളിച്ചു പറഞ്ഞു നീ വന്നതും വാക്കുതർക്കത്തിനിടെ രാത്രിയിൽ എപ്പോഴും നീ ഇറങ്ങിപ്പോയതും. ആദ്യം വിചാരിച്ചു എവിടെയെങ്കിലും പോട്ടെ എന്ന്. പക്ഷേ പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പോൾ വണ്ടിയും എടുത്തിറങ്ങി കുറേ തേടി അവസാനമായി ഇവിടെ എത്തിയത്. നോക്കുമ്പോൾ നല്ല ഉറക്കം. പിന്നെ ശല്യപ്പെടുത്തണ്ട, പാവലേന്ന് വിചാരിച്ചു. അനു എണീറ്റ് നിന്ന് സാരിയിൽ നിന്ന് മണ്ണിൽ തട്ടി ചെരുപ്പിലേക്ക് കാൽത്തിരുകി. വാടോ, എണീക്ക്. അവൾ ശരത്തിന് നേരെ കൈനീട്ടി. ശരത്ത് പക്ഷേ ആ കൈനീട്ടിൽ അവഗണിച്ചു. അയാൾ സ്വയം എഴുന്നേറ്റ് നിന്ന് മൂടി നിവർന്നു. വാ, ഓരോ തട്ട് ചായ അടിക്കാം. അനു മുന്നേ നടന്നു. ഫോണെടുത്ത് നോക്കിക്കൊണ്ട് ശരത്ത് പുറകെയും. നിനക്ക് ഫ്രഷ് ആവേണ്ടേ? ബാഗൊക്കെ എവിടെയാ? കിരണിന്റെ അടുത്താണോ അതോ വല്ല ഹോട്ടലിലും റൂം എടുത്തിട്ടുണ്ടോ? ചായ കുടിക്കുന്നതിനിടെ അനു അന്വേഷിച്ചു. കിരണിന്റെ അടുത്ത്. എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. ചായ കുടിച്ച് പൈസ കൊടുക്കുന്നവരെ പിന്നീട് ഇരുവരും നിശബ്ദരായിരുന്നു. തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ കിരണിന്റെ അടുത്ത്, അതോ ഓട്ടോ പിടിക്കണോ? കാറിനടുത്തേക്ക് നടക്കുമ്പോൾ അനു ചോദിച്ചു. നീ ഡ്രോപ്പ് ചെയ്താൽ മതി. ശരത്തിന്റെ മറുപടി അനുവിനെ ഒരു നിമിഷം അതിശയിപ്പിച്ചെങ്കിലും അവളിൽ ഒരു ഭാവഭേദവും ഉണ്ടായില്ല. ജോലിയൊക്കെ നന്നായി പോകുന്നു. ശരത്ത് ഭംഗിവാക്കുകൾക്കായി പരതി. താൻ തന്നെ ഇങ്ങനെ ഫോർമലാകുന്നേ ഭയങ്കര ബോറാണ് കേട്ടോ. അനു FM റേഡിയോ ഓൺ ചെയ്തു. അത് അനുവിനെയും ശരത്തിനെയും ഒരുപോലെ ആശ്വസിപ്പിച്ചു. ഓവർബ്രിഡ്ജ് കയറി മെയിൻ റോഡിൽ നിന്ന് കിരണിന്റെ ഫ്ലാറ്റിലേക്ക് തിരിഞ്ഞ് കാർ നിർത്തിയപ്പോൾ അനുവിന്റെ ഓഫീസിലെ 2 പേർ എതിരെ വരുന്നു. കാറിൽ ശരത്തിനെ കണ്ട് അവർ അമ്പരന്നു. ഓഫീസിൽ ഇനി 2 ദിവസത്തെ ചർച്ചാ വിഷയം ഈ കൂടിക്കാഴ്ചയായിരിക്കുമെന്ന് ഓർത്തപ്പോൾ അനുവിന് ഒരേ സമയം ചിരിയും ദേഷ്യവും വന്നു. തങ്ങളുടേതല്ലാത്ത എല്ലാവരുടെയും ജീവിതം അടക്കാൻ എന്തൊരു രസമാണ്. തങ്ങളെക്കുറിച്ചല്ലാത്ത ഗോസിപ്പുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു സുഖമാണ്. അല്ലാതെ എന്ത്. ശരത്ത് പുറത്തിറങ്ങി ഡോറടച്ചു. അനു വിൻഡോ താഴ്ത്തി. അപ്പോൾ കുറച്ചു കഴിഞ്ഞ് കോടതിയിൽ കാണാം. ശരത്ത് കൈപ്പത്തി ഉയർത്തി വിഷ് ചെയ്ത് ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. അയാളുടെ നടക്കു നോക്കി ഒരു നിമിഷം നിന്നു അനു. അയാളുടെ ചിരി, ഷേവിംഗ് ലോഷന്റെ മണമുള്ള ഉമ്മകൾ, വാർഡ്രോബിൽ അടുക്കി വെച്ച ഷർട്ടുകൾ, അയാളുടെ മടിയിൽ കിടന്നു കണ്ട സിനിമകൾ, വായിച്ചു കൊടുത്ത പുസ്തകങ്ങൾ, ഫ്ലാറ്റിനടുത്ത കോഫി കഫേയിലേക്കുള്ള നടത്തങ്ങൾ, മഴരാത്രികളിലെ പാട്ടുകൾ, ശ്വാസം കിട്ടാത്ത കെട്ടിപ്പിടുത്തങ്ങൾ. ശരത്തിനൊപ്പം എന്തെല്ലാമാണ് നടന്നു പോകുന്നത്. ഓർമ്മകൾ മാത്രമാവുകയാണ് എല്ലാം. അനു കാർ തിരിച്ച് റോഡിലേക്ക് ഇറങ്ങി. നഗരം പതിവ് ബഹളത്തിലേക്ക് മെല്ലെ കയറി തുടങ്ങുകയാണ്. ഫ്ലാറ്റിലെത്തി കുളിച്ചൊരുങ്ങി ഇറങ്ങുമ്പോൾ അനു കല്യാണ ദിവസം ഓർത്തു. അന്നും തനിയെ ഇറങ്ങി സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോയതോർത്തു. കല്യാണം കഴിഞ്ഞ് ശരത്തിനും കൂട്ടുകാർക്കൊപ്പം ബിരിയാണി കഴിക്കാൻ പോയതോർത്തു. പെട്ടെന്ന് നമുക്ക് നെഞ്ചുരുങ്ങി. വെറുതെയാണ്. இந்த ഉലകത്തിൽ എതുവും നിരന്തരമല്ലേ കണ്ണ എന്ന് അനുവിന്റെ കാതിൽ ഏതോ കാലത്തിലിരുന്ന് മുത്തശ്ശി മന്ത്രിച്ചു. കോടതിയിലെത്തിയപ്പോൾ വക്കീൽ എത്തിയിട്ടുണ്ട്. കൂടെയുണ്ട് ശരത്തും കിരണും.
എന്തോ ഇത്രയും നേരം തോന്നിയിരുന്ന ഒരു ഈസിനെസ് ഇപ്പോൾ തോന്നുന്നില്ല. കറുത്ത ഗൗണുകൾക്കിടയിൽ നിൽക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ. ആദ്യത്തെ കേസായി തന്നെ വിളിച്ചു. പേരിനൊരു കൗൺസിലിംഗ് ഏതോ ഒരു വക്കീലിൻ്റെ അടുത്ത് വിട്ടു. നിങ്ങളായി നിങ്ങളുടെ പാഴായി എന്ന മട്ടിലൊരു ആഴക്കുഴമ്പൻ കൗൺസിലിംഗ്. അത് കഴിഞ്ഞ് കോടതി മുറിക്ക് മുമ്പ് വീണ്ടും കേസ് വിളിക്കുന്നതും കാത്തിരിക്കുമ്പോൾ അനുവിന് ശരത്തിന്റെ കൈ പിടിച്ചിരിക്കാൻ തോന്നി. ഞാൻ കുറച്ചു നേരം നിന്റെ കൈ പിടിച്ചിരുന്നോട്ടെ? അനു ഒരിത്തിരി ആശങ്കയോടെ ചോദിച്ചു. ശരത്ത് വല്ലായ്മയോടെ അവളുടെ കൈ പിടിച്ചിരുന്നു. എന്താണോ എന്ന് ശബ്ദം താഴ്ത്തി ചോദിച്ചു. അനുവിന്റെ നെഞ്ചു വിറച്ചു. അപ്പോഴേക്കും കേസ് വിളിച്ചു. സാക്ഷിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി. തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് മുമ്പിൽ ഇല്ല എന്ന് പറയുമ്പോൾ അനുവിന് പക്ഷെ നെഞ്ചു വിറച്ചില്ല. അവനവന്റെ ആത്മാഭിമാനത്തെക്കാൾ വലുതല്ല ഭൂമിയിലെ ഒരാനന്ദവും എന്ന അമ്മയുടെ വാക്കുകൾ അവൾ ഓർത്തു. ശരത്ത് പറഞ്ഞ ഇല്ലയും അവൾ മനസ്സ് തുറന്നു കേട്ടു. ഗുമസ്തൻ പറഞ്ഞ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് പുറത്തേക്ക് ഇറങ്ങി. ഒരു ഒപ്പിൽ തുടങ്ങിയ ബന്ധം മറ്റൊരൊപ്പിൽ തീർന്നു. പക്ഷെ ഒരൊറ്റ ഒപ്പിലും തീരാത്ത എത്രയെത്ര ബന്ധങ്ങളാണ് ഓരോ മനുഷ്യനും ബാക്കിയാവുന്നത്. കോടതി പടിയിറങ്ങി കാർ പാർക്കിങ്ങിലേക്ക് നടന്നു. കായലിൽ കയറിയിരുന്നു. ഒരു നിമിഷം ആലോചിച്ച് ശരത്തിന്റെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. ബിരിയാണി കഴിക്കാൻ പോയാലോ? കിമ്മിനോട് ചോദിക്കും. ഒരു നിമിഷം. ശരി, സെക്കൻഡ് ഫ്ലോറിലേക്ക്, റെസ്റ്റോറൻറ്റിൽ കാണാം. അവൻ ഫോൺ കട്ട് ചെയ്ത് കാർ എടുത്തു. എഫ്എം ഓൺ ചെയ്തു. പാതയിൽ മുടിந்த പിറകും இந்த உலகில் பயணம் முடிவதில்லை അവളും കൂടെ പാടി. കാർ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കി ഓടി തുടങ്ങി. താങ്ക് യു.